ഹലോ ഫ്രണ്ട്സ്, മല്ലു ടിപ്സ് ആൻഡ് തോട്ട്സിലേക്ക് സ്വാഗതം. സപ്ലൈകോ ഓണം ഫെയറിനെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണക്കാലത്ത് 250 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ സപ്ലൈകോ ഓണം ഫെയർ ഓഗസ്റ്റ് 18 മുതൽ 28 വരെ നടക്കുമെന്ന് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ാം തീയതി വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഫെയർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാതല ഉദ്ഘാടനങ്ങൾ 19-നും നിയോജക മണ്ഡലം താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനങ്ങൾ 23-നുമാണ്. ഇത്തവണ AC സൗകര്യത്തോടെയുള്ള ജർമ്മൻ ഹാങ്ങറുകളിലാണ് ജില്ലകളിലെ ഓണം ഫെയറുകൾ ഒരുക്കുന്നത്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ നിത്യോപയോഗ സാധനങ്ങൾക്ക് കോംബോ ഓഫറുകൾ അടക്കം വലിയ ഓഫറുകളാണ് നൽകുന്നത്. ഇതുപ്രകാരം 5 മുതൽ 50% വരെ വിലക്കുറവ് ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് 250 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്. ഓരോ മാസവും സംഭരിക്കുന്ന അവശ്യ സാധനങ്ങളുടെ ഇരട്ടിയിലധികമാണ് ഓണക്കാലത്ത് സപ്ലൈകോ സംഭരിക്കുന്നത്. ഓണം പ്രമാണിച്ച് 6120 മെട്രിക് ടൺ പയറുവർഗ്ഗങ്ങളും 600 മെട്രിക് ടൺ സുഗന്ധവ്യഞ്ജനങ്ങളും 4570 മെട്രിക് ടൺ പഞ്ചസാരയും 15880 മെട്രിക് ടൺ വിവിധതരം അരികളും 40 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയുമാണ് സംഭരിക്കുക. ഓഗസ്റ്റ് 10 എല്ലാ അവശ്യ സാധനങ്ങളുടെയും ലഭ്യത സപ്ലൈകോയിൽ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സപ്ലൈകോ വിൽപ്പനശാലകളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലെന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. മാസത്തിലെ അവസാന നാളുകളിൽ 2-3 അവശ്യ സാധനങ്ങളുടെ സ്റ്റോക്ക് തീരുന്ന അവസ്ഥയുണ്ട്. ഇതല്ലാതെ മറ്റു തരത്തിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥ ഒരിടത്തും ഉണ്ടാകാറില്ല. 2022 ഒരു മാസം സപ്ലൈകോ വിൽപ്പനശാലകളിലെ ശരാശരി വിൽപ്പന 250 മുതൽ 252 കോടി ആയിരുന്നത് 2023 270 കോടിയായി വർദ്ധിച്ചു. സാധനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതോടെ കൂടുതൽ ഗുണഭോക്താക്കളെ ആകർഷിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഇത് തെളിയിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിൽ ഒരു മാസം 45 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ സപ്ലൈകോ വിൽപ്പനശാലകളെ ആശ്രയിക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റിൽ റേഷൻ കടകളിലൂടെയുള്ള അരി വിതരണം 70% പുഴുക്കലരിയും 30% പച്ചരിയും എന്ന രീതിയിലായിരിക്കും. പുഴുക്കലരിയിൽ വടക്കൻ ജില്ലകളിൽ ബോയിൽഡ് റൈസും തെക്കുള്ള 7 ജില്ലകളിൽ ചെമ്പാവരിയുമാണ് വിതരണം ചെയ്യുക. വെള്ളക്കാർഡ് ഉടമകൾക്ക് നിലവിലുള്ള 2 കിലോ അരിക്ക് പുറമെ 5 കിലോ അരി കൂടി 10.9 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. നീലക്കാർഡ് ഉടമകൾക്ക് അധിക വിഹിതമായി 5 കിലോ അരി 10.9 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. AAY കാർഡ് ഉടമകൾക്ക് 3 മാസത്തിലൊരിക്കൽ കൊടുക്കുന്ന 1/2 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് പുറമെ ഓണത്തിന് 1/2 ലിറ്റർ മണ്ണെണ്ണ കൂടി വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27, 28 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്ന റേഷൻ കടകൾക്ക് 29, 30, 31 തീയതികളിൽ അവധിയായിരിക്കും. മിൽമ, കേരഫെഡ്, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ ഓണഫെയറിൽ ഉണ്ടാകും. ഓണം ഫെയറിലെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് 500, 1000 രൂപ നിരക്കിലുള്ള കൂപ്പണുകൾ സൗജന്യമായി വിതരണം ചെയ്യും. ഈ കൂപ്പൺ പ്രയോജനപ്പെടുത്തി സപ്ലൈകോയുടെ ഏത് വിൽപ്പനശാലയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാം. ഓണത്തോടനുബന്ധിച്ച് ശബരി മട്ടയരി, ആന്ധ്ര ജയ അരി, ശബരി ആട്ട, പുട്ടുപൊടി, അപ്പപ്പൊടി എന്നിങ്ങനെ 5 ശബരി ഉൽപ്പന്നങ്ങളും പുതുതായി വിപണിയിലിറക്കും. ഇവയ്ക്ക് പൊതുവിപണിയിലെ വിലയിൽ നിന്നും 4-5 രൂപ വരെ കുറവുണ്ടാകും. 25ഓളം ശബരി ഉൽപ്പന്നങ്ങൾ ആകർഷകമായ പുതിയ പാക്കറ്റിൽ ലഭ്യമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.